ഹഗീസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന് മുമ്പിലായതുകൊണ്ട് തന്നെ ഈ കടയ്ക്കൽ എന്ന് പറയുന്ന പേര് വരാൻ തന്നെ കാരണം ദേവിയുടെ തൃപ്പാദം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ നിന്നാണ് കടയ്ക്കൽ എന്ന് പറയുന്ന ദേശത്തിന് ആ പേര് തന്നെ വരാനായിട്ടുള്ള കാരണം. അതായത് കടയ്ക്കൽ ദേവീക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയാണ് ഞാനിനി നിങ്ങളോട് പറയുന്നത്. അതായത് പാണ്ഡ്യനാട്ടിൽ നിന്ന് 2 സ്ത്രീകൾ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ വെച്ച് കടയാറ്റ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു പ്രമാണി ഇവരെ സ്വീകരിക്കുകയും ചെയ്തു. അവർക്ക് ഇളനീര് പ്രദാനം ചെയ്യുകയും പിന്നീട് ഇവർക്ക് തണലിനായിട്ടൊരു പാലക്കൊമ്പ് വെട്ടി നാട്ടി കൊടുക്കുകയാണ് ഉണ്ടായത്. വൈകുന്നേരമായപ്പോഴേക്കും അവർക്ക് തങ്ങാനായിട്ട് ഒരു വീടും ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് വന്ന കടയാറ്റ് ഉണ്ണിത്താനെ മനസ്സിലാക്കി ഇവർ സാധാരണ സ്ത്രീകളല്ല, ഇവർ ദൈവത്തിൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കിയ കടയാറ്റ് ഉണ്ണിത്താൻ അവരോട് അഭ്യർത്ഥിച്ചു കടയാറ്റ് മുറ്റത്ത് തന്നെ കുടിയിരിക്കാനായിട്ട് അഭ്യർത്ഥിക്കാനുണ്ടായത്. അപ്പോഴേക്കും അതായത് ചേച്ചിയായിട്ടുള്ള ആൾ നേരെ കടയ്ക്കലേക്ക് വന്നു കഴിഞ്ഞു. അതായത് അനിയത്തി ഇപ്പോഴും കുടിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അഞ്ചൽ കളരി ദേവീക്ഷേത്രം. അങ്ങനെ മൂത്തയാൾ ഈ കടയ്ക്കലേക്ക് എത്തുകയും ഈ കാണുന്ന കടയ്ക്കൽ അമ്പലത്തിൽ ഈ കടയ്ക്കൽ അമ്പലത്തിൽ അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷ്ഠയില്ല കേട്ടോ. ഇതൊരു കടമുറിയാണ്. ഈ കടമുറിയുടെ മുന്നിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ പനയപ്പൻ എന്ന് പറയുന്ന ഒരു തമിഴ് വ്യാപാരി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വരികയും ഒരുപാട് സ്ത്രീകൾക്ക് മോശം കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ദേവി എന്ത് ചെയ്തു, ഇയാളെ വധിക്കാൻ തീരുമാനിച്ചു. ഇയാളെ വധിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഇയാളുടെ കടയിലേക്ക് ചെല്ലുകയും ഇയാൾ മോശമായി പെരുമാറിയതിനെ തുടർന്ന് ദേവി ഇയാളെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ട് വന്ന നെട്ടൂർ കുറുപ്പ് എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ചോദിച്ചു അകത്താരാണെന്ന് ചോദിച്ചപ്പോൾ ദേവി ചോദിച്ചു പുറത്താരെന്നാണ് കേട്ടോ. അതിന് മറുപടി കിട്ടാതായപ്പോഴേക്കും നേരെ ഈ കടമുറിയുടെ മുകളിലേക്ക് കയറി അത് ഓർഡർ മാറ്റി നോക്കിയപ്പോഴേക്കും അതിനകത്ത് കാണുന്നത് അതായത് ഈ ശത്രു നിഗ്രഹണം നടത്തി നിൽക്കുന്ന ദേവിയാണ് കേട്ടോ. അങ്ങനെ ദേവി ഈ പറഞ്ഞ കുറുപ്പിനോട് പറഞ്ഞു അകത്ത് കണ്ടത് പുറത്ത് പറയരുത്, നീയും നിന്റെ വരും തലമുറയുമാണ് എന്നെ ഇനി ഇവിടെ സേവിക്കേണ്ടതെന്ന് ദേവി അരുൾ ചെയ്യുകയും ചെയ്തു. അതാണ് ഈ കടയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഇവിടെ 12 വർഷത്തിൽ ഒരിക്കലാണ് ഇവിടുത്തെ മുടിയെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട് കേട്ടോ. അതായത് മുടിയെഴുന്നള്ളത്ത്, അതായത് ഈ ചേച്ചിയായിട്ടുള്ള കടയ്ക്കൽ ഇരിക്കുന്ന ചേച്ചിയായിട്ടുള്ള ആൾ അനിയത്തിയെ കാണാനായിട്ട് അഞ്ചലേക്ക് പോവുകയാണ്, കളരി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് മുടിയെഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കുംഭമാസത്തിലെ കടയ്ക്കൽ തിരുവാതിരയുടെ അന്ന് 15 ദിവസത്തെ ഉത്സവ കാര്യങ്ങളാണ് ഇവിടുത്തെ ഉത്സവ പരിപാടികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോഴും ലോകത്തിൽ തന്നെ വിഗ്രഹങ്ങളില്ലാത്ത ക്ഷേത്രം അത് ഒരേ ഒരു ക്ഷേത്രമാണ് കേട്ടോ. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കടയ്ക്കലുള്ള കടയ്ക്കൽ ദേവീക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ മേൽശാന്തിക്ക് ഈ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഇവിടെ പ്രവേശനമുള്ളത് കുറുപ്പന്മാർക്ക് മാത്രമാണ്. ഇപ്പോഴും കുറുപ്പന്മാരാണ് ഇവിടെ ദേവിയെ പൂജിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അതായത് കുറുപ്പന്മാരാണ് ഇവിടെ എടുക്കുന്നത്, അല്ല ബ്രാഹ്മണരോ അല്ലാതെ വേറെ ആരും അല്ല കേട്ടോ. അതായത് കുറുപ്പന്മാരാണ്. അപ്പോൾ ഇപ്പോഴും ഇതിനകത്ത് ഈ മേൽശാന്തിക്ക് പ്രവേശനമില്ല. അതും ഒരു അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ ഈ കടമുറിയുടെ ഈ ദേവീക്ഷേത്രത്തിൻ്റെ ഈ കടമുറിയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ക്ഷേത്രത്തിൽ വിഗ്രഹമില്ല, അതുകൊണ്ട് തന്നെ അരിവെച്ച് നിവേദ്യമില്ല. മലർ, പഴം എന്നിവയാണ് നിവേദ്യം. കുങ്കുമപ്പൂവും കളപ്പൊടിയുമാണ് പ്രസാദമായി നൽകുന്നത്. കുംഭമാസത്തിലെ തിരുവാതിര കാഴ്ചകൾ ദേവിയുടെ തിരുനാളായി ആഘോഷിക്കുന്നു. പ്രധാന പൂജ കളമെഴുത്തും പാട്ടുമാണ്. ഉത്സവത്തിൻ്റെ അവസാന ദിവസം പണ്ട് നടന്നിരുന്ന മൃഗബലിക്ക് പ്രതീകമായി കുമ്പളങ്ങ വെട്ടിയർപ്പിക്കുന്ന ഗുരുസിയോടെ ഉത്സവം സമാപിക്കും. ഹൈന്ദവാചാരം അനുസരിച്ച് ക്ഷേത്രക്കുളത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നല്ല മനോഹരമായ ക്ഷേത്രക്കുളം വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നു. മകരം, കുംഭം മാസങ്ങളിലാണ് കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവകാലം. ഉത്സവ കൊടിയേറ്റിന് ശേഷമുള്ള 7ാം നാളിലാണ്, അതായത് തിരുവാതിര നാളിലാണ് പ്രശസ്തമായ കടയ്ക്കൽ തിരുവാതിര ആഘോഷം. എടുപ്പ് കുതിരകൾ അത്ഭുത ദൃശ്യമാണ്. 40 മുതൽ 80 അടി വരെയുള്ള എടുപ്പ് കുതിരകൾ 100ലേറെ ഭക്തർ തോളിലേറ്റുന്ന കാഴ്ച ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. എടുപ്പ് കുതിര ദേവിയുടെ പ്രതിരൂപമായി ആണ് കണക്കാക്കുന്നത്. കടയ്ക്കൽ തമ്പുരാട്ടിയെ എഴുന്നള്ളിക്കൂ എന്നതാണ് അതിൻ്റെ വിശ്വാസം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.